സോ ഹലോ മക്കളെ, എന്താ അവസ്ഥ? അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് എടച്ചേരി കൃഷി ഓഫീസർ ജോയിൻ ചെയ്യുന്നുണ്ട്. കൃഷി ഓഫീസർ നോക്കൂ നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലാണുള്ളത്. ഏതാ സ്റ്റുഡിയോ? ഈ നാദാപുരം സ്റ്റുഡിയോ അല്ല? യെസ്. കൃഷി ഓഫീസർ തിരയുകയാണ് ഡ്രസ്സ്. നോക്കട്ടെ, ഇവിടുത്തെ കളക്ഷൻസ് ഒന്നും ഇന്ന് ഉണ്ടാവാൻ ചാൻസ്. നാളെ പെരുന്നാളാണ്, അപ്പോൾ ഡ്രസ്സുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അറേഞ്ച്മെന്റ് മാറി. ഞാൻ ചുമ്മാ വന്നേട്ടെ കൊണ്ട്. ഞാൻ കൃഷി ഓഫീസറിൻ്റെ ഒപ്പം ഫീൽഡിലേക്ക് വന്ന പോലെ ഇതാണ് ഇന്നത്തെ ഫീൽഡ്. നമ്മൾ ടീഷർട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ടീഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുമെന്നാണ് ജിബ്രോട്ട്. നമ്മൾ ഇത് പുള്ളിക്കാരൻ്റെ പേര് ജിൻസി എന്നാണ്. നമ്മൾ വിളിക്കുന്നത് ജിബ്രൂട്ടൻ. ദിസ് ഈസ് ജിബ്രൂട്ടൻ. എടച്ചേരി കൃഷി ഓഫീസിൽ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃഷി ഓഫീസറാണ്. കണ്ടില്ലേ? കൃഷിയുമായി ബന്ധപ്പെട്ട എന്തൊരു പ്രശ്നത്തിനും ജിബ്രൂട്ടനെ സമീപിക്കുക. ഇനിയിപ്പോൾ മാങ്ങ കൊലയ്ക്കുന്നില്ല, വാഴ ഒടിഞ്ഞുപോയി, എന്താ പറയുക, എന്താ കൂടുതൽ അറിയണമെങ്കിൽ സമീപിച്ചാൽ മതി, എടച്ചേരി പോയാൽ മതി. അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടില്ലേ, എൻ്റെ മീശയും താടിയും കളയാനുള്ള ഒരാൾ, ആ പുള്ളിക്കാരിയാണ് ഈ പുള്ളിക്കാരി. ഓക്കെ, ഇങ്ങോട്ട് വന്ന ചോദിച്ചതാണ്, മീശ എടുത്താൽ കൊള്ളാവോ, താടി എടുത്താൽ കൊള്ളാവോ, എടുക്കട്ടെ എന്ന് വന്ന് ചോദിച്ച് ശല്യം സഹിക്കാണ്ടായപ്പോൾ ഞങ്ങളൊന്ന് അറിയെടുക്കാം. എന്നിട്ടിപ്പോൾ കുറ്റം മൊത്തം നമുക്ക്. എൻ്റെ എത്ര ഫോളോവേഴ്സ് അൺഫോളോ അടിച്ച് പോയെന്ന് അറിയാം. അപ്പം നിനക്ക് കണ്ടന്റ് ഇല്ല, ചിരി കാണാൻ നിൽക്കുന്നയാ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോസിനൊന്നും കണ്ടന്റ് ഇല്ല. ചിരിക്കുക, മറയുക, ഇതൊക്കെ തന്നെ. എന്ത് ചെയ്യാനാ, വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല, അതാണ് പ്രശ്നം. ഗൈസ്, ഇവിടുന്ന് ഉത്സവപ്പറമ്പിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അധികം സാധനങ്ങൾ അവിടെ ഉണ്ട്. 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആ, ട്രയൽ ചെയ്യാൻ പോവാ. ഞാൻ അവിടെ എന്താക്കും, ഒറ്റയ്ക്ക് വെക്കണ്ടേ? ഗൈസ്, അപ്പോൾ ജിബ്രൂട്ടൻ എന്താക്കാൻ പോയി, ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയി. അപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇവിടെയാണ്, എനിക്ക് ആരും അറിയില്ല. ഞാൻ അവിടെ പോസ്റ്റാണല്ലോ, ഒന്നും തിരിയുന്നില്ല. എന്നിട്ട് ആ ടീഷർട്ട് അവിടെ. ഗൈസ്, ആ ജിബ്രൂട്ടന് ആ ടീഷർട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ സാധനം? ഗൈസ്, എന്തൊക്കെയോ തപ്പുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ സാധനം? നെയിൽ പോളിഷ് വേണം, റിമൂവർ വേണം. നമുക്കെന്തോ മുഖം കഴുകിയാൽ മതി. ഞാനൊരു സാധനം ഉപയോഗിക്കില്ല. ക്ലെൻസർ ആണ് സാധനം. എന്താ കുറേ പേര് എന്നോട് ചോദിച്ചു, നിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാന്ന്. ഏതാ യൂസ് ചെയ്യുന്നത്? നമ്മൾ എടച്ചേരിയിലെ കൃഷി ഓഫീസർ ഏതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറയും. പുള്ളിക്കാരി പറ. ഏതോ എത്രയോ ആയിരത്തി എത്രയോ ഉണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കിന്. അത് ഓഫീസറിൻ്റെ ഭർത്താവിന് ഇതുവരെ അറിയില്ല. നമുക്ക് ജെൻസിൻ്റെ കയ്യിലേക്ക് പോയി നോക്കാം, എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം അല്ലേ ഓഫീസർ? അങ്ങനെ പറയല്ലേ, എനിക്ക് അങ്ങനെ കൊളാവൊന്നും കിട്ടില്ല. അങ്ങനെ തേടി നടന്നൊരു നെയിൽ പോളിഷ് റിമൂവർ അല്ലേ? നമ്മൾ നെയിൽ പോളിഷ് റിമൂവർ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാണ്. വേറൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ എൻ്റെ ഉറ്റ സുഹൃത്തും കസിനുമായ ആദിത്യനായിട്ട് കപ്പിളൊന്നുമല്ല. അപ്പോൾ അവനെന്താ അടിഞ്ഞുകൂടിയത്, അവന് ഫാറ്റ് അടിഞ്ഞുകൂടി. ഇന്നലെ അവൻ എന്താ പറഞ്ഞ സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവനത് കാണാൻ പോകണം. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് ഒരുങ്ങാൻ പോകണ്ടേ. എന്താ ഈ കാട് പോലത്തെ പിരികൊക്കെ നമുക്ക് വെട്ടണം എന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഗായ്സ്, അപ്പൻ്റെ സുന്നത്ത് കഴിഞ്ഞ് കിടക്കുകയാണ്.
തിരിഞ്ഞു കിടക്കല്ലേ? അപ്പൊ എന്താ പറ്റിയേ? ഇതെങ്ങനെ മയോണൈസ് കുറെ തിന്നിട്ടാണോ? എടാ പറയടാ. അപ്പൊ ഇങ്ങോട്ട് നോക്കടാ. സർജറിയും സുന്നത്തും കൂടി ഒന്നിച്ചാണ് നടന്നത്. അതാണ് ഇവൻ ഇങ്ങനെ കിടക്കുന്നത്. പറ ഇൻട്രോ പറ. ഇൻട്രോ പിന്നെ പറയാം. ഇവിടെ നിന്ന് ഇൻട്രോ പറയാൻ പറ്റില്ല, ഒച്ചയെടുക്ക. ഹലോ ഗൈസ്, അപ്പോൾ ചെറിയൊരു സർജറി കഴിഞ്ഞ് അങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ചെറിയൊരു ഷേപ്പിന് അല്ലേ? അപ്പോ ആദിത്യൻ ഐ.ടിന്റെ ഫുൾ ഫോം എന്താ? അതെനിക്ക് അറിഞ്ഞോടെ. എന്താ എനിക്ക് മറന്നുപോയി. ഈ പറഞ്ഞോടുക്ക്, എൻ്റെ കുടുംബല്ലേ, പറഞ്ഞോടുക്ക്. രാവിലെ ലിപ്സ്റ്റിക് ഇടാൻ ലേറ്റായിട്ട് ഇവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി. ഇന്നലെ എന്താ പറഞ്ഞ? സിസേറിയനോ? ഇന്നലെ ഇവൻ എന്താ പറഞ്ഞ? ഇത് കൈമേലും കാലുമേലും ഓരോ സിസേറിയൻ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് ഒരു ദിവസം കൊണ്ട് സിസേറിയൻ ചെയ്ത് കിടക്കാണ് കേട്ടോ ഇവിടെ. അപ്പോനെ കാണാൻ കുറേ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കൃഷി ഓഫീസറിൻ്റെ അനിയത്തിൻ്റെ ഷോപ്പിലാണുള്ളത്. ദിസ് ഈസ് കൃഷി ഓഫീസറിൻ്റെ അനിയത്തി. അപ്പോൾ നല്ല നല്ല ഡ്രസ്സ് തയ്പ്പിക്കണമെങ്കിൽ സിഗ്നേച്ചർ ത്രെഡ്സിലേക്ക് വരിക. ഈ കോംപ്ലക്സിൻ്റെ പേരെന്താ? സിറ്റി സെൻറ്ററിൻ്റെ അകത്തേക്ക് വരിക. ഇതാണ് ഷോപ്പ്. ഗേൾസിനാട്ടോ, ബോയ്സിനല്ല. എന്താണ് പറയേണ്ടത്? അളിയൻ നമുക്ക് കേസ്. എൻ്റെ അളിയൻ പൗഡറൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റായി സുന്ദരി കുട്ടിയാണ് കാണാൻ. നോക്കിക്കോ, കാണാം കണ്ടാ. ചോറ് തിന്നാൻ വേണ്ടി ഒരു സെറ്റ് ലിപ്സ്റ്റിക്, പൗഡർ. സെലിബ്രിറ്റി നാദര മെസ്സേജ് ആർക്കൊക്കെ അയച്ചെന്നറിയോ? തൃശക്കൊക്കെ അയച്ചേക്കും. ഒരു ഗതികെട്ട എന്റർപ്രനറുടെ രോദനം. അതെ ഗൈസ്, ഇതാ ഓരോ സൈമ കുറച്ചും കൂടി. അതെ, എൻ്റെ കിത്തു ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഇത് എത്ര കോട്ടിടണം ഇതിനകത്ത് മുഖത്തേക്ക്? ഒരു കോട്ട്, 2 കോട്ട് കഴിഞ്ഞില്ലേ ഓൾറെഡി? അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. എവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്? അക്ഷയ ഹോട്ടലാ? കുടുംബശ്രീ. ഗൈസ്, ഇവിടെ 2 സെക്ഷൻ ഉണ്ട്. ഇവിടെ സ്ഥലമല്ല. ഈ താഴെയാണെങ്കിൽ മജ്ബൂസ് അല്ലേ? താഴെയാണെങ്കിൽ മജ്ബൂസ്, മേലെയാണെങ്കിൽ വെറും ചോറ്. കിത്തു മെമ്പറായിരുന്നു കേട്ടോ. എവിടെ? കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് ഈ ഇരിക്കുന്നത്. എക്സ് മെമ്പർ. തട്ടുമുടിച്ചതിന് ശേഷം ഇവിടുന്ന് പഞ്ചായത്ത് സെക്രട്ടറി ബലമായി രാജിക്കത്ത് എഴുതി വാങ്ങിപ്പിച്ച് ഒഴിവാക്കി. ഇപ്പോൾ തയ്ച്ച് ജീവിതം നയിക്കുന്നു സ്വന്തമായിട്ട്. കഴിച്ചപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. എനിക്കെന്താ നിങ്ങൾ രണ്ടുപേരും മേടിച്ചു തരുന്നത്? എന്തെങ്കിലും മേടിച്ചു തരാൻ ഉദ്ദേശിക്കുന്നോ? ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് കാണിച്ചു തന്നില്ലേ? അനിയന്മാർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പിനെസ് കൂടുതൽ കിട്ടും പറഞ്ഞൊരു പോസ്റ്റ് കാണിച്ചു തന്നില്ലേ? ഗൈസ്, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ടീഷർട്ട് കൃഷി ഓഫീസർ മേടിച്ചു തന്നെയാണ് കേട്ടോ. അതാണ് ഇത്. ഓണക്കോടി. അത് ഇവിടെ നിന്ന് തന്നെ മേടിച്ചത്. ഒരാളങ്ങോട്ട് പോയി, എല്ലാവരും ഇവിടെ നോക്കുന്നു. ഞാൻ ഈ ഗേൾസിൻ്റെ ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ആർക്കാൻ നോക്കുക. പക്ഷേ ഇവരിവിടെ നിന്ന് ഒന്നും വാങ്ങൂല. ചുമ്മാ വെറുതെ കയറി ഇറങ്ങുക, AC കൊള്ളുക, പോവാ. AC കൊള്ളാൻ വരുന്ന ഈ കൊച്ചെന്താണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? കണ്ടോ, ഒരാളവിടെ അതിൽ പിടിച്ചതാണ്. എൻ്റെ ടാഗ് പറിച്ചുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. കീർത്തന വെറുതെ ഇങ്ങനെ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കാണ് സ്റ്റുഡിയോ കയറി ഇറങ്ങണം. അവൻ്റെ കൂടെ സ്റ്റുഡിയോ കയറി ഇറങ്ങി. ഇതിനിപ്പോ തിരിച്ചെടുത്ത് നോക്കൂട്ടോ. നോക്കോ. എടുക്കൂല.
വെറുതെ എടുത്തോണ്ട് ട്രൈ ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് വരും. മിക്കവാറും അതായിരിക്കും നടക്കാൻ പോകുന്നത്. നമ്മളൊരു സാധനം അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കൂ. വെറുതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ നിങ്ങളിവിടെ വെറുതെ ഡ്രസ്സ് തോണ്ടാൻ വരുന്നതല്ലേ? അല്ല, ഇത് എടുക്കൂല എന്ന് ഞാൻ പറയുന്നു. go and try. വെറുതെ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. ആ പറഞ്ഞില്ല കാശ് ഇതാ ഒന്നും എടുത്തില്ല. ആ 2 ഡ്രസ്സ് അവിടെ പോയി. പറഞ്ഞിട്ട് പോ. അവിടെ ഉണ്ട്. എവിടെ കണ്ട ഈ 2 എണ്ണതാ ഈ പക്ഷേ എവിടെ കക്കട്ടില് കേമാളിൽ വന്നിട്ട് AC കൊള്ള ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കാം. എന്നിട്ട് അതിലേ നടക്കാം. കണ്ടോ ഭീഷണി. ചേച്ചി അനിയത്തിയും കണക്കായതുകൊണ്ട് ഒരു വിഷയമില്ല. എന്തൊരു പൊത്തൊരുമ. എന്താ വേണ്ടേ നിങ്ങൾക്ക്? എന്താ ശരിക്കും വേണ്ട പറ. കീർത്തുവിന്റെ കൊച്ചിന് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സത്യം പറഞ്ഞത് ഇത് രസം. ഇനി അതും ഇട്ടിട്ട് തിരിച്ചു കൊണ്ട് നോക്കുവോ? ഇത് രസമുണ്ട്. ആ കുഴപ്പമില്ല. കീർത്തുവിന്റെ കൊച്ചിന് ഒരു കോഡ് സെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ അടുത്ത് പറഞ്ഞു. അതിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. ഏത് കൊച്ചെന്നൊന്നും എനിക്കറിയില്ല. ഏതൊക്കെ കൊച്ചു കണ്ടോ ഇവരെ 2 പേര് ഇപ്പോൾ ഏച്ചി അനിയത്തി ഒന്നായി. കണ്ടോ ഇവര് ഇത് നിങ്ങളിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് നോക്കിയാൽ ഇവരിവിടെ കാണാം. ലീവുള്ള ദിവസം കേട്ടോ. എന്താ ആക്ച്വലി കീർത്തനം PG ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറയുന്നത് അവൻ്റെ കൊച്ചിന് ഇത് ചേരില്ല, അത് ചേരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി എൻ്റെ തലയിൽ കേട്ടോ. എടുക്കുന്നില്ല? ഏത് എടുക്കുന്ന? എൻ്റെ മോനെ ട്രൈ ചെയ്തിട്ട് അവിടെ കഴിഞ്ഞ ഓണത്തിന് ഇവനെ ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇവന് ഇതൊക്കെ 20 ടീഷർട്ടും ഒരു 15 ജീൻസും എടുത്തില്ലേ? ഞാൻ എടുത്തില്ലേ? ഇതാ ഇവിടെ ഒരു ആളുണ്ട് പുതിയ ഡ്രസ്സ് എടുക്കാന്ന്. ചേച്ചിൻ്റെ പേരെന്താ? അതാ ഓടി എനിക്ക് പെൺകുട്ടിയാണ് വേണ്ടത്. ആർക്കും? നിങ്ങൾക്ക് 2 പേർക്കും പെൺകുട്ടിയാണല്ലേ? എനിക്ക് പെൺകുട്ടി. യെസ്. എനിക്ക് കൊച്ചിൻ്റെ ആയാലും കീർത്തു ഈ ഡ്രസ്സ് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കാണാൻ വരുന്നു. എന്താ എടുത്തില്ല? എവിടെ കണ്ടാ മതിയേ? എവിടത്തെ സ്റ്റാഫ്? അതിൻ്റെ അതിൽ കൂടെ റോഡില്ലല്ലോ, വഴിയില്ലല്ലോ. കയ്യിലെ കൊണ്ടുപോയി. എൻ്റെ മോനെ ഞാൻ ഇതിൽ ഇവിടെ കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ടോ ഇതിൻ്റെ പുറത്തേക്ക് ഒരു വഴിയില്ല. ആ ഡ്രസ്സ് അവിടെ ഇട്ടിട്ട് ഡയലോഗ് ചെയ്യുന്നു. എൻ്റെ മോനെ കണ്ടോ? ഏതാ കണ്ടല്ലേ? ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം പോയെന്ന് അറിയില്ല. അത്രയും പ്രാവശ്യം ഡ്രസ്സ് എടുക്കുക, പോവുക, അതിൻ്റെ അടുത്ത് കയറുക, ഇടുക, വരിക. ഒരാളും കൂടി കയറി പോയിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു വന്നു ഇതാ അടുത്ത ആള് കണ്ടില്ലേ? പണ്ടൊരിക്കലേ സുഡി വന്ന് ഒരു ഡ്രസ്സ് ഇട്ട് എന്തെന്ന് എനിക്ക് ഓർമ്മയില്ല, ക്രോച്ചിറ്റ് പോലത്തെ എന്തോ ഒരു സാധനം ഇട്ട്. അപ്പോൾ അവൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അവൾ അതിൻ്റെ മേലെ ഇവിടെ ഡ്രസ്സും എടുത്തിട്ട് ഇറങ്ങിയപ്പോഴും ഓർമ്മ വന്നത് ഈ ഉള്ളിൽ നിന്ന് സാധനം അയച്ചിട്ടില്ല. ട്രയൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നേരെ തിരിച്ച് കയറി അതെങ്ങാൻ കൊണ്ട് പുറത്തിറങ്ങി ഇങ്ങനെ എമ്മാതിരി മാനക്കട. അപ്പോൾ കക്കലും ഒരു ഉണ്ടല്ലേ? എടുക്കുന്നില്ല? അന്ന് ഡ്രസ്സ് എടുക്കാണ്ട് പോന്നെ. ഇനി നോക്കൂ വെറുതെ. ഇനി ഇത് എൻ്റെ തലയിൽ ഇനി വിടും. എന്താ അവൻ പിന്നെ വാങ്ങിച്ചു തരുന്നു പറഞ്ഞു. നേരത്തെ എൻ്റെ കുട്ടിക്ക് എടുക്കാനാന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ മേടിച്ചു തരാനായിട്ട് അല്ലേ? എനിക്കൊരു ബ്രഷ് വാങ്ങാം. ബ്രഷ് ആ പല്ല് വെക്കുന്ന ബ്രഷ്. നിനക്കോ? പല്ല് തേച്ചല്ലോ. നീ വലിച്ചോ? അന്ന് ഞാൻ പല്ല് തേക്കാണ്ട്. ഇന്ന് നീ പല്ല് തേച്ചോ? ഞാൻ തേച്ചതാ. എങ്ങനെ? അതെന്താ കൈ കൊണ്ട്? ഫോണിൽ ചാർജ് ഇല്ല. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വലിയ കാര്യമായിട്ടൊന്നുമില്ലാന്ന് തോന്നുന്നു. എന്നാലും ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക്
എന്താക്കാം, നമുക്ക് നല്ല നല്ല കിടിലൻ സാധനങ്ങൾ നമുക്ക് ഇറക്കാം. സോ അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ.